അറിയാം ഏതൊരു വിക്ഷേപണം നടത്തുമ്പോഴും ഏത് മേഖലയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ISRO ഒക്കെ കടക്കുമ്പോഴാണെങ്കിലും എപ്പോഴും അതിൻ്റെ ഭാഗമായി പൂജയും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഇതാ അനിൽ മേനോന്റെ യാത്ര സുഗമമാകാൻ അമ്പലത്തിൽ വഴിപാട് കഴിച്ചിരിക്കുകയാണ് ഒരു ഒറ്റപ്പാലംകാരൻ. ഒറ്റപ്പാലം സ്വദേശി ബാബു ആണ് അനിൽ മേനോനായി വഴിപാട് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാലംകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി സ്വകാര്യ അഹങ്കാരവും അഭിമാനവും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര സുഗമമാകാൻ വേണ്ടിയാണ് ഈ വഴിപാട്. ആ റിപ്പോർട്ട് ഒന്ന് കണ്ടു തിരികെ വരാം. വളരെ കൗതുകത്തോടെയാണ് ഇന്നത്തെ ദിവസത്തെ മലയാളികളും ഒറ്റപ്പാലംകാരും നോക്കിക്കാണുന്നത്. ഒറ്റപ്പാലത്ത് വേരുകളുള്ള ഒരു മലയാളിയാണ് ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. അനിൽ മേനോൻ്റെ കുടുംബ വീട് ഒറ്റപ്പാലത്തുണ്ട്. ഇവിടെയുള്ള ഒറ്റപ്പാലംകാരൊക്കെ തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഈ അമ്പലത്തിൽ ഇന്ന് കുറച്ച് വഴിപാടുകൾ നടന്നു. അത് അനിൽ മേനോൻ്റെ പേരിലാണ്. ആ വഴിപാട് നടത്തിയ ആൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലോകം ഫുട്ബോൾ മാമാങ്കത്തിലാണ്. ഒറ്റപ്പാലത്തും കേരളത്തിലുമെല്ലാം ഒട്ടനവധി ഫ്ലെക്സുകൾ കണ്ടു. പക്ഷേ ഒറ്റപ്പാലത്തുകാരൻ്റെ നാമം ലോകം അറിയുമ്പോൾ അതിനുവേണ്ടി ഒരു പുഷ്പാഞ്ജലിയും ഒരു ഭാഗ്യസൂക്തമെങ്കിലും ഞാൻ നടത്തണ്ടേ? ഒറ്റപ്പാലത്തുകാരനായ, കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടില്ലെങ്കിലും കേരളത്തിൻ്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനമാകാൻ സാധ്യതയുള്ള അനിൽ മേനോൻ എന്ന വ്യക്തി, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദൗത്യം പൂർത്തീകരിക്കട്ടെ, നന്മയുണ്ടാവട്ടെ. ഒറ്റപ്പാലത്തുകാർക്ക് എത്രമാത്രം സന്തോഷമുണ്ട്. കാരണം ഒരാൾ ഒറ്റപ്പാലത്തുകാരനായിരുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് വേരുകളിലുള്ള ഒരാളാണ് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് യാത്രയാകുന്നത്. തീർച്ചയായും അഭിമാന നിമിഷമാണ്. പാലാട്ട് വീടും ചേറ്റൂര് വീടും ഒറ്റപ്പാലത്തിൻ്റെ വീതികളിൽ ഒറ്റപ്പാലത്തിന് അഭിമാനമുണ്ടായ വീടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പാലാട്ട് വീടിലുള്ള ചേറ്റൂർ തറവാട്ടിലെ പിൻതലമുറക്കാരനാണ് അനിൽ മേനോൻ. അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പാലത്തിൻ്റെ അഭിമാനമായതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ പൂജ നടത്തിയത്. ഏതൊക്കെ പൂജകളാണ് നടത്തിയത്? ഭാഗ്യസൂക്തവും പുഷ്പാഞ്ജലിയും. കാരണം അദ്ദേഹത്തിൻ്റെ യാത്ര സുഖകരമാവട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും സുഖമാവട്ടെ, യാത്രാ ദൗത്യം നന്നാവട്ടെ. ദൗത്യത്തിന് ശേഷം അദ്ദേഹത്തെ ഒറ്റപ്പാലത്തുകാർക്കൊന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തീർച്ചയായും ആഗ്രഹമുണ്ടല്ലോ. നമുക്കത് ആഗ്രഹം ഏപ്രിൽ 25 തിരിച്ചു വരുമെന്നാണ് ശാസ്ത്രലോകത്ത് നിന്ന് കിട്ടിയ അറിവ്. ഏപ്രിൽ 25 ഈ ക്ഷേത്രത്തിലെ പൂരം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ആദ്യം ചെയ്യുവാനുള്ള കാരണം. കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് അനിൽ മേനോന് വേണ്ടി വഴിപാടുകൾ നടന്നത്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.